എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷം തുടങ്ങുമ്പോൾ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുമെങ്കിലും ഒരു വശം അഷ്ടമശനി നടക്കുന്നതിനാൽ ചില ദോഷഫലങ്ങളും ഉണ്ടാകും. മാർച്ച് മാസം 29-ാം തീയതി ശനി മീനക്കൂറിലേക്ക് മാറിയതിനു ശേഷം ഇതുവരെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളും ക്ലേശങ്ങളും മാറി മനസ്സന്തോഷം അധികരിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. വിവാഹപ്രായമായവർക്ക് വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് പുനർവിവാഹത്തിനും യോഗമുണ്ടാകും. ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രമോഷനും സ്ഥലം മാറ്റവും ലഭിക്കും. വിദേശത്ത് ജോലി ലഭിക്കുന്നതിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി ജോലി ലഭിക്കും. അതേസമയം മെയ് മാസം മുതൽ വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ അധികരിക്കുക, ചില കാര്യങ്ങളിൽ പരാജയം നേരിടേണ്ടി വരിക, ഇതുപോലെയുള്ള ചില ദോഷഫലങ്ങൾ ഉണ്ടാവുമെങ്കിലും ഈ കാലയളവിൽ വസ്തുവകകൾ വാങ്ങാനും വാങ്ങിയ സ്ഥലത്ത് പുതിയ വീട് നിർമ്മിക്കാനുമുള്ള യോഗവും ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ചതിക്കപ്പെടാതിരിക്കാൻ കരുതൽ ആവശ്യമുള്ള സമയമാണിത്. മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം അഷ്ടമശനി അവസാനിക്കുന്നതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ 2025 വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.